ഹലോ ഫ്രണ്ട്സ്, ആംഗ്ലറിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ആംഗ്ലർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ലോക്കലി എങ്ങനെ ബ്രൗസറിൽ റൺ ചെയ്യാം എന്ന് നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ ഒരു പ്രൊജക്ടിന്റെ ഫയൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുകയും അതേപോലെ ഒരു ബേസിക് ആപ്ലിക്കേഷൻ ബിൽഡ് ഒരു ബേസിക് ഹെലോ വേൾഡ് ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫയൽസിനെ കുറിച്ചാണ്. പാക്കേജ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞൊരു ഫയൽ നമുക്കുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫയലാണ്. ഇതിൽ നമുക്കുള്ളത് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റും പിന്നെ ഒരു ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റും ഡേവ് ഡിപ്പെൻഡൻസീസ് പറഞ്ഞ ഒരു ഒബ്ജക്റ്റും ഉണ്ട്. അപ്പൊ ഈ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലാണ് നമുക്ക് ഒരു ആംഗുലർ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമായ ഡിപ്പെൻഡൻസീസ് ഇരിക്കുന്നത്. ഇത്രയും ഡിപ്പെൻഡൻസീസ് ഒരു ആംഗുലർ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ മസ്റ്റാണ്. ഇതില്ലെങ്കിൽ ഒരു ആംഗുലർ ആപ്ലിക്കേഷൻ റൺ ആവില്ല. ഇപ്പൊ നമ്മളിവിടെ വേറൊരു ടാബില് npm install ഡിപ്പെൻഡൻസി നെയിം എന്ന് പറഞ്ഞു ഒരു ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്താൽ അതിന്റെ നെയിമും അതിന്റെ വേർഷനും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. ഓക്കെ, ആ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഡിപ്പെൻഡൻസി നേരെ പോകുക ഈ നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ഫയലായിരിക്കും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നോഡ് മൊഡ്യൂൾസിലാണ് എല്ലാ ഫയൽസും നമ്മൾ ഇതിൽ npm ഇൻസ്റ്റാൾ കൊടുത്ത് കയറ്റുന്ന എല്ലാ ഡിപ്പെൻഡൻസീസും ഇൻസ്റ്റാൾ ആയിരിക്കുന്ന നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ഫയലായിരിക്കും. അടുത്തൊരു ഒബ്ജക്റ്റ് ആണ് ഡേവ് ഡിപ്പെൻഡൻസീസ്. ഈ ഡേവ് ഡിപ്പെൻഡൻസീസ് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസീസ്. ഇത് നമ്മൾ ഡെവലപ്മെന്റ് കർവിൽ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രൊഡക്ഷൻ ഫേസിലോട്ട് പോകുമ്പോൾ ഈ ഡിപ്പെൻഡൻസിയുടെ ആവശ്യമില്ല. ഓക്കെ, അതാണ് പാക്കേജ് ഡോട്ട് ജേസൺ. ഇനി ആംഗുലർ ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഈ ആംഗുലർ ഡോട്ട് ജേസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആംഗുലർ ക്ലൈ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അതിന്റെ കോൺഫിഗറേഷൻസ് ആണ് ഈ ആംഗുലർ ഡോട്ട് ജേസണിൽ ഉള്ളത്. ഓക്കെ, ഇത് ഒരുപാട് ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫയലാണ് ഡോട്ട് ഗിറ്റ് ഇഗ്നോർ. ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഷൻ കൺട്രോൾ മാനേജ്മെന്റ് സിസ്റ്റത്തിലാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു ഗിറ്റുമായിട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ അതിലോട്ട് ഏതൊക്കെ ഫയൽസ് പോകണം ഏതൊക്കെ ഫയൽസ് പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ ഫയലാണ്. ഇതുണ്ടോ, ഇവിടെ ഡോട്ട് സ്ലാഷ് ഡിസ്റ്റ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗിറ്റിലോട്ട് പുഷ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റ് എന്ന് പറഞ്ഞ ഫയൽ കയറത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എഡിറ്റർ കോൺഫിഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ VS കോഡിന്റെ എക്സ്റ്റൻഷൻ കോൺഫിഗറേഷൻ ഫയൽസ് ആണ്. നമ്മുടെ ഇൻഡന്റേഷൻ എങ്ങനെ കൊടുക്കണം അതൊക്കെ തീരുമാനിക്കുന്ന ഫയലാണ്. ഓക്കെ, ts config ഡോട്ട് js എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ ആയിരിക്കും ഈ ts config ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ കർമ്മ ഡോട്ട് കോൺഫിഗ് ഡോട്ട് json എന്ന് പറയുമ്പോൾ ഈ കർമ്മ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ടെസ്റ്റർ ആണ്. ഓക്കെ, അതിന്റെ കോൺഫിഗറേഷൻ ആണ് ഈ ഫയൽ. ഓക്കെ, ഇനി നമ്മൾ E2E അതേപോലെ end-to-end ടെസ്റ്റ് കോൺഫിഗറേഷൻ ഫയൽസ് ആണ് E2E പ്രൊട്രാക്ടർ ആൻഡ് ts config. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് SRC. SRC മീൻസ് സോഴ്സ് കൺട്രോൾ. നമ്മൾ എവിടെയാണ് നമുക്ക് ആവശ്യമായ കോഡുകളും കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഈ ഒരു SRC എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ആപ്പ് എന്ന് പറഞ്ഞ റൂട്ട് ഫോൾഡർ ഉണ്ട്. ഓക്കെ, അത് കൂടാതെ അസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മൾ ആവശ്യമായ ഇമേജസും എല്ലാം സേവ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായ ഇമേജസ് എല്ലാം സേവ് ചെയ്യുന്നത് അസറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. അതേപോലെ നമുക്ക് ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഫോൾഡർ കൂടെ ഉണ്ട്. എൻവയോൺമെന്റ് ഡോട്ട് ts ഉണ്ട്, എൻവയോൺമെന്റ് ഡോട്ട് പ്രൊഡക്ഷൻ ഡോട്ട് ts ഉണ്ട്. ഈ എൻവയോൺമെന്റ് ഡോട്ട് ts എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊഡക്ഷനിലോട്ടാണോ ഡെവലപ്മെന്റിലോട്ടാണോ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ എൻവയോൺമെന്റിലാണ്. നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ രണ്ട് ഫേസ് ഉണ്ടായിരിക്കുമല്ലോ, ഡെവലപ്മെന്റ് ഫേസ് ഉണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഫേസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു URL കോൺഫിഗർ ചെയ്യുന്നത് ഈ എൻവയോൺമെന്റ് ഡോട്ട് ts-ലാണ്. അങ്ങനെ കോൺഫിഗർ ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി കളിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കോൺഫിഗർ ചെയ്തിട്ട് ng സെർവ് കൊടുത്താൽ ഡെവലപ്മെന്റും ng ബിൽഡ് കൊടുത്താൽ പ്രൊഡക്ഷനിലും ഓട്ടോമാറ്റിക് ആയിട്ട് ആംഗുലർ റൺ ചെയ്തോളും. ഓക്കെ, ഇനി അടുത്ത ഫയലാണ് ഇൻഡെക്സ് ഡോട്ട് HTML. ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് പറഞ്ഞ ഈ HTML ഫയലാണ് നമ്മുടെ മെയിൻ HTML ഫയൽ. ഇതായിരിക്കും ഇനീഷ്യലി ഏതൊരു ആപ്ലിക്കേഷനും റെൻഡർ ചെയ്യുന്ന HTML ഫയൽ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ആപ്പ് റൂട്ട് എന്ന് പറഞ്ഞ ഒരു ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യലി ഇത് കോൾ ചെയ്യുക ഈ ആപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിനായിരിക്കും. ഈ ആപ്പ് എന്ന് പറഞ്ഞുള്ള ഫോൾഡറിലെ ആപ്പ് ഡോട്ട് കമ്പോണ്ട് ഡോട്ട് HTML ആയിരിക്കും ഇത് നെക്സ്റ്റ് കോൾ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ഫയൽ സ്ട്രക്ചർ. ഇനി നമുക്കൊരു ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ നമ്മൾ ബ്രൗസറിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിവിടെ ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബ്രൗസറിൽ പോവാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് 4200 ഇപ്പൊ നമ്മുടെ പ്രൊജക്ട് ഇനീഷ്യലൈസ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് കാണാൻ പറ്റും. നമ്മൾ ഇത് ആംഗുലാർ പ്രൊവൈഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ് ആണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, സോ നമുക്ക് ഈ ടെംപ്ലേറ്റ് വേണ്ട. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന index.html എന്ന് പറഞ്ഞ ഫയലാണ്. അവിടുന്ന് ഈ ടാഗ് ഉണ്ട് ആപ്പ് റൂട്ട് മീൻസ് ഇത് ഡയറക്ട്ലി കോൾ ചെയ്യുന്ന ആപ്പ് ഡോട്ട് കമ്പോണന്റിലാണ്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ടെംപ്ലേറ്റ് ആണ് ഇവിടെ വിസിബിൾ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് റിമൂവ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ ലുക്ക്, ഇപ്പൊ എല്ലാം പോയി. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു h1 ടാഗില് നമുക്കൊരു h1 ടാഗിൽ നമ്മളൊരു ഹലോ വേൾഡ് കൊടുത്തു നോക്കാം എന്ത് പറ്റും നോക്കാം. ഓക്കെ, സോ ലുക്ക്, നമുക്ക് ഇവിടെ ഹലോ വേൾഡ് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യം ചെയ്യാം, അതിനൊന്ന് സെന്ററിലാക്കാം. അപ്പൊ നമ്മൾ സെന്ററിലാക്കാൻ നമ്മൾ ഒരു ഇൻലൈൻ സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, style equal to text align സെന്റർ കൊടുത്തു നോക്കാം. സോ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനെ ഇവിടെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ റൂട്ട് കമ്പോണന്റ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ടൈപ്പ് ചെയ്യുന്ന HTML ആണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിന്റെ വേണമെങ്കിൽ നമുക്ക് വ്യൂ പേജ് ഒന്ന് നോക്കി നോക്കാം. സോ ഇന്നത്തെ ഇതാണല്ലോ. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.